സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ തുടങ്ങും. നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു. സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർമാർക്കാണ് പത്രിക സമർപ്പിക്കേണ്ടത്. ഇന്ന് രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയാണ് പത്രിക സ്വീകരിക്കുക. അലക്സറാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ വായിച്ചിരുന്നു. അലക്സറാം, ഗുഡ് മോർണിംഗ്. അലക്സറാം, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ തിരഞ്ഞെടുപ്പ് കാഹളം സംസ്ഥാനത്ത് മുഴങ്ങി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളം ഉൾപ്പെടെയുള്ള 13 സംസ്ഥാനങ്ങളിലെ 89 സീറ്റുകളിലാണ് ഈ രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന്റെ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. കേരളം ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ 88 സീറ്റുകളിലും ഇന്നു മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്രികാ സമർപ്പണം ഇന്ന് ആരംഭിക്കുന്നു. കേരളത്തിൽ ഈ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള അത് സ്വീകരിക്കുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചിട്ടുണ്ട്. രാവിലെ 11 മുതൽ 3 മണിവരെയാണ് ഈ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്ന സമയം എന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ബന്ധപ്പെട്ട റിട്ടേൺ ഓഫീസർക്ക് മുമ്പാകെയാണ് പത്രിക സമർപ്പിക്കേണ്ടത് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 ദിവസം മാത്രമാണ് സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളത് എന്നുള്ളതാണ്. കാരണം ഈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരം മാർച്ച് മാസം 29, ഒപ്പം മാർച്ച് മാസം 31, ഏപ്രിൽ 1 തീയതികൾ അവധി ദിനങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. സമർപ്പിക്കാനാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദിവസങ്ങളിൽ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ മാസം 5 തീയതി നടക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി അത് ഏപ്രിൽ മാസം 8 തീയതിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 26-നാണ്. ജൂൺ 4-നാണ് വോട്ടെണ്ണുന്നത്. ഏപ്രിൽ 19 ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളിലെ വിജ്ഞാപനം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിരുന്നു. ഇനി തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തിയാൽ തിരുവനന്തപുരം ജില്ലയിൽ ഇന്നേ ദിവസം ആരും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഏപ്രിൽ മാസം 2 തീയതിയും ശശി തരൂർ ഏപ്രിൽ മാസം 3 തീയതിയും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ 4 തീയതിയുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് എത്തിയാൽ അവിടെ NDA സ്ഥാനാർത്ഥി V മുരളീധരൻ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതായത് 30 തീയതി മാർച്ച് 30-ന് V മുരളീധരൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. LDF സ്ഥാനാർത്ഥി V ജോയ് ഏപ്രിൽ 3-നും UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ഏപ്രിൽ 4-നുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. എന്താണെങ്കിലും അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയതായി സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അലക്സറാം മുഹമ്മദ്.